യഥാർത്ഥത്തില് ഈ ചേലക്കരയുടെ കോട്ട പിടിക്കാൻ ഒരു UDF സ്ഥാനാർത്ഥിയും കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി UR പ്രദീപ് LDF സ്ഥാനാർത്ഥി തെളിയിക്കുന്നു. അവിടെ 10,000-ലധികം ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം കടക്കുക എന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു. BJP സ്ഥാനാർത്ഥി അവിടെ ഇറങ്ങി പുറത്തേക്ക് പോയി. നിരാശാജനകമായ മുഖമായി വലിയ വിഷമമായി കാണും. ഇത് എത്ര ദിവസത്തെ പണിയാണെന്ന്. സത്യത്തിൽ പാലക്കാട്ടെ പണി കണ്ടപ്പോണ്ടല്ലോ രാഷ്ട്രീയത്തിൽ ചേരണമെന്ന് അവിടെ പ്രവർത്തിച്ച ആളോട് ചോദിക്കാറുണ്ട്. അതായത് ഗംഭീര പണി BJPക്ക് മുനിസിപ്പാലിറ്റി കിട്ടിയിട്ടുണ്ട്. BJPയുടെ വോട്ട് ചോർന്നിട്ടുണ്ട്. രാഷ്ട്രീയമായി BJPക്ക് വലിയ പ്രതിസന്ധി പ്രശ്നമുണ്ടാകും. പാലക്കാട്ട് ഭയങ്കരമായ പണി BJPക്ക് അകത്ത് നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സ്ഥാനാർത്ഥി തീരുമാനിച്ചപ്പോൾ തന്നെ പണി തുടങ്ങി. ആകെ അലമ്പായി പണി തുടങ്ങി. അപ്പൊ തന്നെ കാര്യം ആര് ജയിച്ചില്ലെങ്കിൽ ഇവൻ ജയിക്കാൻ പാടില്ല. അതാണ് തിയറി. ഇപ്പം കെ സുരേന്ദ്രൻ വോട്ടെണ്ണൽ തീരും മുൻപേ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് അത്രത്തോളം സൂപ്പർ കോൺഫിഡൻസ് ആണ് കാണിക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വിളിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് അവിടെ BJP വലിയ ഒരു ജയിക്കുന്നതാണ്. ആരെങ്കിലും മോശമായിട്ട് ഉപദേശിച്ചാണോ? അറിഞ്ഞൂടാ എന്താ സംഭവിക്കുന്നത് അറിഞ്ഞൂടാ. അവർക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് അതായിരുന്നു. നമ്മൾ ആ പോളിംഗ് ഡേയിൽ ഉണ്ടല്ലോ, അവിടെ പോളിംഗ് ഡേയിൽ അവർക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് അതാണ്ട് ഒരു 50,000-ൽ പരം വോട്ട് അവർക്ക് ആകെ കിട്ടും. 52,000 വരെ കിട്ടും. എങ്ങനെ പോയാലും 50,000 കിട്ടും. ബാക്കി LDF കൂടി പിടിക്കും. എങ്കിലും ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനൊക്കെ അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കില്ലേ? അത് ഉറപ്പാണ്. ഞാൻ പെട്ടെന്ന് കോൺഫിഡൻറ്റോട് ഇടുമ്പോഴേ ഒരു ഓവർ കോൺഫിഡൻസ് കാണിച്ചാണ്. അതുപോലെ തിരിച്ചടിയാവില്ല. അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. എന്തായാലും പാലക്കാടൻ രഥമേറി രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മളൊരു സാഹിത്യം അടിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് പാലക്കാട് നമുക്ക് ജിദ്ദയിലേക്ക് ഒന്ന് പോകണം. ജിദ്ദയിൽ ഏതാണ്ട് വലിയ സ്ക്രീനിൽ അവിടുത്തെ ആൾക്കാർ കാണുകയാണ്. നമ്മളെ കാണുന്നുണ്ട്. അവര് കാണുന്നുണ്ട് വലിയ സ്ക്രീനില്. ജിദ്ദയിലെ മുഴുവൻ മലയാളികൾക്കും അഭിവാദ്യങ്ങൾ. ഹാഷ്മി ഒന്ന് വിളക്ക് ചിരിച്ചോളൂ. കാര്യം ഹാഷ്മി വിളക്ക് ചിരിച്ചാൽ അതങ്ങ് ജിദ്ദയിൽ പ്രതിഫലിക്കും. അവരിതൊന്നും കേൾക്കുന്നില്ലെന്നു വലിയ മുദ്രാവാക്യം അവര് മുദ്രാവാക്യം വിളിക്കാം. ഓ ഗ്രേറ്റ്, മനസ്സിലായില്ലേ? അവര് മുദ്രാവാക്യം. പാലക്കാട് ചെറിയ തോതിൽ മാറിമറിയൽ സംഭവിക്കുന്നു. അവിടെ നേരെ കുറവ് സംഭവിക്കുന്നുണ്ട് ഭൂരിപക്ഷത്തിന്. അത് ഏത് മേഖലയിൽ പോകുന്ന 4,850 താഴുന്നുണ്ട്. 5,111 നിന്ന് 4,850 താഴുന്നുണ്ട്. അത് മുനിസിപ്പാലിറ്റി ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞ് പിരാരിയിലോട്ട് കയറുകയാണോ എന്നറിയില്ല. എന്താ സംഭവിക്കുന്ന അറിയില്ല. 4,850 എന്ത് പറഞ്ഞാലും 11:30 ആവുന്നു. ഇപ്പോൾ 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങി. 11:30 ആകുമ്പോൾ വരുന്ന 4,850 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ മൂന്ന് സഹോദരന്മാർക്ക് പിരായിരി എന്ന് പറയാൻ പറ്റത്തില്ല. നാക്കുളുക്കുന്നെങ്കിൽ വിനാഗിരി എന്ന് പറഞ്ഞോളൂ. വിനാഗിരി എന്ന് പറഞ്ഞോളാം. ആഹ്ലാദ പ്രകടനം എനിക്ക് തോന്നുന്നു ചേലക്കരയിൽ നിന്നുള്ള ദൃശ്യമാണെന്ന് തോന്നുന്നു. ചേലക്കരയിൽ നിന്നുള്ള ദൃശ്യമാണ്. ഇത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. 4,960 വോട്ടുകൾക്ക് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുമ്പോൾ പ്രവർത്തകർ എനിക്ക് തോന്നുന്നത് വീണ്ടും കയറ്റി 4,800 നേതാവ് അവിടെയുണ്ട്. പി കെ ഫിറോസ് അവിടെയുണ്ട്. സന്തോഷമായിട്ട് കേൾക്കുന്നില്ല, നമ്മളെ കേൾക്കുന്നില്ല. തുടക്കം മുതൽ ഉണ്ടായിരുന്നതാണ്. അവിടെ തമ്പടിച്ച് വർക്ക് ചെയ്തിരുന്ന ആളാണ്. ലീഗിന്റെ വോട്ടുകളിൽ 4,960 5-ൽ നിന്ന് ഇറങ്ങി 4,800 ഇറങ്ങുന്നു. അത് നടക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. 4,960 ഒക്കെ എന്ന് വെച്ചാൽ പാലക്കാട്ട് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു നമ്പറാണ്.